നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്തിട്ട് തുടങ്ങാം. നമുക്ക് ഓ രണ്ടാം ക്ലാസ് ഇതൊന്ന് ബേസിക് ഒന്ന് പറഞ്ഞ് ആയിട്ട് നമുക്ക് തുടങ്ങാം. അല്ലാതെ നമുക്ക് റിവ്യൂ ചെയ്യാം. ഈ നമ്മുടെ മൂന്ന് ഘടന എന്ന് പറഞ്ഞല്ലോ, ജീവാത്മാവിന്റെ മൂന്ന് ഘടന. ആ, ആ മൂന്ന് ഘടന ആ, എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ ലത കുഞ്ഞമ്മേ? ജീവാത്മാവിന്റെ ലയ ചേച്ചിയാണോ പറയുന്നേ? കണ്ടില്ല, എന്തോ എന്തോ? ഹലോ. ലയ ചേച്ചി, ഇപ്പൊ ജീവാത്മാവിന്റെ ഒരു ഘടന പറയാവോ? എന്തെല്ലാം ചേർന്നതാണ് ജീവാത്മാവ്? ഇന്നലെ ഇല്ലായിരുന്നല്ലോ ക്ലാസ്സിൽ, പക്ഷെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ജീവാത്മാവ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചൈതന്യം. അല്ല, ഇന്നലെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ് ഇന്നലെ റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഏം, ഈ ആ ഇത് ചിലതൊക്കെ പറയാം. ഇതിന് ശരിയായുള്ള ഘടനയല്ല പറഞ്ഞത്. മഞ്ജുവിന് പറയാവോ? ആ എന്താ? അല്ല, മഞ്ജുവിന് പറയാമോ? ലഗ ചേച്ചി ഇന്നലത്തെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാ. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം അല്ലേ? എന്താ ഇത്രയും ലേറ്റായി, എന്താ പറയാന്? ഇത് അതാണ് മ്യൂട്ട് ചെയ്ത്. മ്യൂട്ട് ചെയ്തേക്കുമായിരുന്നു. ആ. കുഞ്ഞുമന്നോട് പറഞ്ഞേ. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. ആദ്യം സൂക്ഷ്മ ശരീരമാണോ? സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. കാരണ ഈ ശരീരം. അതിന്റെ കൂടെ വാസനയും കൂടി ഇല്ലയോ? വാസന. അല്ലല്ല, ഇതാണ് ഈ എന്റെ ഘടന വെച്ചാല് ഓക്കെ. മൂന്ന് സൂക്ഷ്മ ശരീരം, കാരണ ശരീരമാണ് വാസന. അതെ. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം, നമ്മുടെ ശരീരം. സ്ഥൂല ശരീരം. അതെ. പിന്നെ സൂക്ഷ്മ സൂക്ഷ്മ ശരീരം, ശരീരം കാരണ എന്ന് പറഞ്ഞാൽ ശരീരം. അന്ധകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അത് സൂക്ഷ്മ ശരീരമാണ്. പിന്നെ മായ. അല്ല, അല്ല. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. കാരണ വെച്ചാല് ശരീരം. എന്റെ ചിന്തകളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാ സൂക്ഷ്മ ശരീരം. എന്റെ ചിന്തകളാ മനസ്സ്. നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുന്നു, അതിനെ പക്ഷെ സംസ്കൃതത്തില് അന്ധകരണം എന്ന് പറയുന്നു. ഈ അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളാ, ബോധചിന്തകള്. അതാ സൂക്ഷ്മ ശരീരം. അപ്പൊ എന്റെ മനസ്സ്, നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ മനസ്സും, ശാസ്ത്രങ്ങളിൽ പറയുന്ന അന്ധകരണം, സംസ്കൃതത്തിൽ പറയുന്ന അന്ധകരണം എന്ന്. അപ്പം സ്ഥൂല ശരീരം എനിക്ക് വെളി കാണാൻ പറ്റുന്ന ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ അന്ധകരണം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇത് നാലും കൂടെ ചേരുന്നതാണ് അന്ധകരണം. ഇതിനെ പറയുന്നതാണ് സൂക്ഷ്മ ശരീരം. ഇത് രണ്ടും നമുക്ക് ശരിക്കും അറിയാം. എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സുണ്ടെന്നും അറിയാം. മനസ്സെന്നേ അറിയാവൂ, മനസ്സൊരു പാർട്ടേ ആവുന്നുള്ളൂ. എമോഷണൽ മൈൻഡ്, ഇന്റലക്റ്റ്, മെമ്മറി, ഈഗോ. അടുത്തതാണ് കാരണ ശരീരം. ഈ കാരണ ശരീരം എന്ന് പറയുന്നതാണ് എന്തുവാണ്? വാസന. വാസന. ഈ വാസന. വേറെ പല പേരുകളുണ്ടല്ലോ. അവിദ്യ, മായ, അജ്ഞാനം അല്ലേ? അവിദ്യ, അജ്ഞാനം, മായ, ഇഷ്ടാനിഷ്ടങ്ങൾ. ഏ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ വാസന? ഇഷ്ടാനിഷ്ടങ്ങൾ, കർമ്മഫലം അല്ലെങ്കിൽ കർമ്മഫലം. കർമ്മഫലം അല്ലെങ്കിൽ വാസന അല്ലെങ്കിൽ അജ്ഞാനം അല്ലെങ്കിൽ മായ അല്ലെങ്കിൽ അവിദ്യ എന്നെല്ലാം ഇതിന് പറയാം. എന്തുകൊണ്ടാണ് ഇതിനെ കാരണ ശരീരം എന്ന് പറയുന്നത്? കാരണ ശരീരം നമ്മുടെ പ്രാരബ്ധം ചെയ്യുമ്പോ. എന്തുകൊണ്ട് ഇതിനെ കാരണ ശരീരം? എന്റെ കർമ്മഫലത്തിന് എന്തുകൊണ്ടാണ് ഞാൻ കാരണ ശരീരം അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താ? നമ്മുടെ വാസനകൾ നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങള് കാരണ ശരീരമായിട്ട് വരുന്നത്. അത് കർമ്മഫലമാണ്. എന്തുകൊണ്ടാണ് അതിനെ കാരണ ശരീരം എന്ന് പറയുന്നത്? ഇതാണ് എന്റെ ജന്മത്തിന് കാരണമായേക്കുന്നത്.
ഞാൻ ഇപ്രാവശ്യം ഇവിടെ ജനിക്കാൻ ഈ അച്ഛനും അമ്മയ്ക്കും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ജനിക്കാൻ ഇതിന് കാരണമായിരിക്കുന്നത് ഈ സഞ്ചിത കർമ്മമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഈ ശരീരം വിട്ടപ്പോൾ ഏതോ ഒരു ശരീരം നമുക്ക് പറയത്തില്ല, ഏതോ ഒരു ശരീരത്തിൽ ഞാൻ ജീവിച്ചിരുന്നു. ആ ശരീരം വിട്ടപ്പോൾ കാരണ ശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരത്തിനെ വിട്ടുപോയി. അത് വന്ന് വേറൊരു അച്ഛനും അമ്മയും കൂടെ ഒരു പുതിയ ശരീരത്തെ കൂടി ജനിച്ചു. അപ്പൊ ഈ സഞ്ചിത കർമ്മമാണ് സഞ്ചിത വാസന, സഞ്ചിത കർമ്മം. ഈ സഞ്ചിത കർമ്മമാണ് എന്റെ ജന്മത്തിന് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കാരണ ശരീരം എന്ന് പറയുന്നു. സൂക്ഷ്മ ശരീരം എന്ന് പറയാൻ കാരണം എന്തുവാ? അത് ചിന്തകളെയാണ്. അപ്പം ഈ ജീവാത്മാവിന്റെ രണ്ട് ഉപകരണങ്ങളാ. അന്ധകരണം, ഉള്ളിലുള്ള ഉപകരണം, അത് സൂക്ഷ്മമാ, കാണാനൊക്കത്തില്ല. എന്തോ ഈ സൂക്ഷ്മം എന്ന് പറഞ്ഞാല് അവ്യക്തമായതിനെയാ. നമുക്ക് നമ്മൾ പറയത്തില്ലയോ അമീബ അല്ലെങ്കിൽ ബാക്ടീരിയ ഒന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. സൂക്ഷ്മ ജീവികളാ വെച്ചാൽ വളരെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ മനസ്സിനെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റൂ? എൻ്റെ ചിന്തകളെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റൂ? അതുകൊണ്ട് സൂക്ഷ്മ ശരീരം. പക്ഷേ എൻ്റെ ഒരു മനസ്സുണ്ടെന്ന് എല്ലാവർക്കും അനുഭവമുണ്ട്. എനിക്കൊരു ശരീരമുണ്ട്, അത് സ്ഥൂലമാണ്. സ്ഥൂലം വെച്ചാൽ ഗ്രോസ്. സോ ഗ്രോസ് ബോഡി, സട്ടിൽ ബോഡി, കോസൽ ബോഡി. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. അപ്പൊ ഇത് മൂന്നുമാണ്. ഇത് മൂന്നും ചേർന്നാൽ ഞാൻ ആവുമോ? ജീവാത്മാവ് ആവുമോ? സ്ഥൂല ശരീരം കൂടെ വേണം. സ്ഥൂല ശരീരം ഉണ്ടല്ലോ, ശരീരമുണ്ട്, ഉണ്ട്. മനസ്സുണ്ട്, എനിക്ക് വാസനയുണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നാൽ ഈ ഞാനുള്ള ജീവാത്മാവാകുമോ? പിന്നെ എന്തും കൂടെ വേണം? അന്ധകരണം, ചൈതന്യം. ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശം ഇതിൽ പ്രതിഫലിക്കുമ്പോഴാണ് ഈ വാസന അന്ധകരണത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയും പ്രകടമായി കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ചൈതന്യം ഇതുമായിട്ട് ഡിസ്കണക്ട് ആയാലോ അത് ശവമായി, ചൈതന്യവത്തല്ല. അത് പിന്നെ ശവമാ, അത് പിന്നെ ഡെഡ് ബോഡിയാ, ഡെഡാ, ജഡമാ, ജഡവസ്തുവാ, ജീവവസ്തുവല്ല, ജഡവസ്തുവാവും. അപ്പൊ ഈ ജീവാത്മാവെന്ന് പറയുന്നത് ഈശ്വരന്റെ ഒരു അംശം. പരമാത്മാവെന്ന് പറയുന്ന ഈശ്വരന്റെ ഒരു അംശം ഈ വാസനയിൽ കൂടെ, ജീവാത്മാവ് ഈ വാസനയിൽ കൂടെ പ്രകടമാകുമ്പോഴാണ് ജീവാത്മാവ് പ്രകടമാവുന്നത്. ഈ ജീവാത്മാവ് ഈ വാസനയിൽ കൂടെ, ഈ വാസനയാണ് അന്ധകരണത്തിൽ കൂടെയും സ്ഥൂല ശരീരത്തിൽ കൂടെയും പ്രകടമാവുന്നത്. ജീവാത്മാവെന്ന് പറയുന്നത് പരമാത്മാവിന്റെ ഒരു അംശം. ഈ മൂന്ന് കാര്യത്തിലൂടെ, കാരണം, സൂക്ഷ്മം, സ്ഥൂലം, ഇതിലൂടെ ഇതിലൂടെ പ്രതിഫലിക്കുമ്പോഴാണ് ഇത് ജീവാത്മാവുന്നത്. അതുവരെ അല്ലെങ്കിൽ അത് ജഡമാ, ജഡം, ചൈതന്യവത്തല്ല. അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കാറുണ്ട്, അതിന് ടയറുണ്ട്, ഗിയറുണ്ട്, എല്ലാം, എഞ്ചിനുണ്ട്, എല്ലാം ഉണ്ട്. അത് വർക്കാവണമെന്നുണ്ടെങ്കിലോ പെട്രോൾ വേണം. പെട്രോൾ ഒഴിക്കാതെ അല്ലെങ്കിൽ ഡീസൽ ഒഴിക്കാതെ സ്റ്റാർട്ട് ആവത്തില്ല. ബോഡിയും എഞ്ചിനും എല്ലാം ഉണ്ട്. പക്ഷെ പെട്രോൾ, ഒരു പവർ വേണം, പവർ സോഴ്സ് വേണം, എന്നാലേ കാർ സ്റ്റാർട്ട് ആവത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ പരമാത്മ ചൈതന്യം ഉണ്ടെങ്കിൽ ഈശ്വരന്റെ ചൈതന്യത്തിലാണ് ഞാൻ പ്രകടമായിരിക്കുന്നത്. ഈശ്വരന് എന്നിൽ നിന്നൊരു അന്യമല്ല. ഈ പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാല് അതിങ്ങനെ അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട്, അനന്തമായിട്ട് കിടക്കുന്ന ഒരു പവറാ. ആ പവറ് ഈ ദേശകാല പരിമിതികളില്ലാതെ സത്യയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗവും ഇങ്ങനെ ഇത് മൊത്തം അതിനൊരു ബൗണ്ടറിയേ ഇല്ല, ഒരു അതിരുകളില്ലാതെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം ഈ പ്രകൃതിയിലുള്ള ഞാൻ എന്നിൽ കൂടെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ അംശം എൻ്റെ വാസനയിൽ പ്രതിഫലിക്കുമ്പോഴാണ്, കണക്ഷൻ വരുമ്പോഴാണ് ഈ ജീവാത്മാവെന്നുള്ള ആ ശരീരം, മനസ്സാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു? എൻ്റെ വാസനയിൽ നിന്ന്. അപ്പം ഈ എൻ്റെ വാസനയിലോട്ട് പരമാത്മ ചൈതന്യത്തിന്റെ പ്രകാശം വരുമ്പോഴേ ചിന്തകളിൽ കൂടെ, ശരീരത്തിൽ കൂടെ അത് കർമ്മമായിട്ട് പ്രകടമാവുന്നു. അപ്പൊ ഇതാണ് ഈ ജീവാത്മാവ് എന്നുള്ളത്. അപ്പൊ ഞാൻ ജീവാത്മാവെന്ന് പറഞ്ഞത് ഈ
സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും കൂടെ മാത്രമാകത്തില്ല. അപ്പം ഇതിനകത്തിൽ ആ പരമാത്മാവിന്റെ അംശം അങ്ങോട്ട് കണക്ട് ചെയ്യണം. അപ്പൊ എന്നിലൊരു ചൈതന്യമുണ്ട്. അപ്പം ഈ പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ ബോധമാണ്, ബോധ ചൈതന്യമാണ്, കോൺഷ്യസ് പവറാ. ഈ യൂണിവേഴ്സൽ, ഈ പരമാത്മ ചൈതന്യം എന്തുവാ? യൂണിവേഴ്സൽ കോൺഷ്യസ്. അതിങ്ങനെ അനന്തം അജ്ഞ ഇങ്ങനെ കിടക്കുകയാണ്, ആ ഒരു അതിരുകളില്ലാതെ. അപ്പം യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയുടെ ഒരു പാർട്ട് എന്നെ വാസനയിൽ പ്രതിഫലിക്കുമ്പോഴാണ് ജീവാത്മ. മനസ്സിലായി? അതിന്റെ ഒരു അംശം എന്റെ വാസനയോട് ചേരുമ്പോൾ, അഴുക്കിനോട് ചേരുമ്പോൾ, ഈ വാസനകൾ അഴുക്ക, അപ്പം ജീവാത്മാവും. ഈ എന്നിൽ ആ ജീവാത്മാവ്, ഈ പരമാത്മ ചൈതന്യത്തിന്റെ അംശം ഈ ജീവാത്മ ചൈതന്യം കണക്ട് ആയിരിക്കും. നമുക്ക് എങ്ങനെ ബോധ്യപ്പെടും? ചുമ്മാതെ പറഞ്ഞാൽ പോരല്ലോ. സ്ഥൂല ശരീരം നമുക്ക് കാണാം, ആ മനസ്സുണ്ടെന്നും അറിയാം. ഇപ്പൊ നമുക്കറിയാം വാസനയുണ്ട്, എനിക്ക് വാസനയുണ്ട്. ഈ വാസന കാരണമാണ് ജന്മം എടുത്തേക്കുന്നത് ഞാൻ. പക്ഷെ ഇതിനകത്തൊരു ചൈതന്യമാണ് റിഫ്ലക്റ്റ് ആയേക്കുന്നത്. എങ്ങനെ അറിയാം? എന്നിലൊരു ഒരു ബോധ ചൈതന്യം, ബോധ ഊർജം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? എന്നിലൊരു ഈശ്വരന്റെ അംശമുണ്ട്, അത് കോൺഷ്യസ് എനർജിയാണ്. യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയുടെ ഒരു പാർട്ട് എന്നിലുണ്ട്, അത് എന്റെ വാസനയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വർക്ക് ആവുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന് എല്ലാത്തിനും നമ്മുടെ ചുമ്മാതെ ഗീതയെ പറഞ്ഞേക്കുന്നുണ്ട് ശരിയെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ചെയ്യാനുള്ള കഴിവ് തരുന്നേ പരമാത്മ ചൈതന്യം അല്ല, ഈ ചൈതന്യം ഈശ്വരന്റെ അംശം നമ്മുടെ ഒരു അങ്ങനെ ഒരു എനർജി, ആ ഒരു ബോധ ചൈതന്യം, ബോധ ഊർജം, കോൺഷ്യസ് എനർജി എന്നിലുണ്ടെന്ന് ഞാൻ എനിക്ക് എങ്ങനെ മനസ്സിലാവും? ചിന്തിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടല്ലേ തോന്നുന്നു. എങ്ങനെ? അല്ല, അതിനൊരു പ്രൂഫ് പറയാവൂ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മഞ്ജുവിന് പറയാവോ? അങ്ങനത്തെ കൊച്ചും അത് നമ്മുടെ ചൈതന്യം ഈ മരിച്ചു പോകുമ്പോ അങ്ങനെയല്ലേ, ചൈതന്യം പോകുമ്പോഴല്ലേ നമ്മുടെ ബോഡി ശവമാകുന്നത്. അതെ. അതിന് മനസ്സും അപ്പൊ ആ സത്ത് എന്നല്ലേ നമ്മളിപ്പം തമിഴിലൊക്കെ പറയുന്ന സത്ത് പോയെന്നല്ലേ, സത്ത്. അതെ, അതുകൊണ്ട് സത്ത് പോയെന്ന് പറഞ്ഞാൽ സത്ത് പോയതാണ് ചത്തുപോയെന്നായത്. സത്ത് പോയതായത് അതാ, ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. അതാ സത്ത് പോയെന്നാ ശരിക്കും പക്ഷെ അതാണ് കറക്റ്റ്. അതിന് പ്രൂഫ് എന്തുവന്നാ ഞാൻ ചോദിച്ചത്. പ്രൂഫ് എന്തോ പറഞ്ഞൂടോ? ഈ ചൈതന്യം എന്നിൽ ഒരു കോൺഷ്യസ് എനർജിയിലാണ് ഈ വാസനകളെല്ലാം പ്രവർത്തിക്കുന്നത്. എന്നിൽ അങ്ങനെ ഒരു കോൺഷ്യസ് എനർജി ഉണ്ടെന്ന് ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യുന്നേ? അങ്ങനെ പ്രൂവ് ചെയ്യുന്നത് എന്താ ശശി? ബോധം വിടുമ്പോഴാണോ? ബോധം വിടുമ്പോഴല്ല. ഞാനിത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ശ്വസിക്കുന്നത് ഉള്ളിലോട്ട് ഒരു ആകർഷണം, വെളിയിലുള്ള ഓക്സിജനെ എയറിനെ ഉള്ളിലോട്ട് നമ്മളല്ല വലിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡോക്ടറിനൊക്കെ പോകുമ്പോൾ ശ്വാസം ഒന്ന് വലിച്ചെടുത്തേ, നമ്മളിങ്ങനെ കൂടുതൽ ഉള്ളിലോട്ട് കൂടുതൽ എനർജി കയറും. നമ്മൾ എപ്പോഴും അറിഞ്ഞോണ്ട നമ്മളിങ്ങനെ ബലം പ്രയോഗിച്ചാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഏതോ ഒരു ശക്തി നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ആകർഷിക്കുന്നു. ഈ കോൺഷ്യസ് എനർജിയാണ് ഈ നമ്മുടെ വെളിയിലുള്ള ആ ജീവനെ, പ്രാണൻ, അതാണ് അത് അത്യാവശ്യമാണ്. ആ പ്രാണശക്തി, ഉള്ളിലുള്ള ഒരു ശക്തിയുണ്ട്, ഒരു കോൺഷ്യസ് പവറാണത്. അത് ഉള്ളിലോട്ട് വലിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൃഷ്ണൻ എല്ലാവരുടെയും സർവഭൂതങ്ങളുടെയും സർവചരാചരങ്ങളുടെയും, നമ്മൾ ഈ ഗീതയ്ക്കകത്ത് വരുന്നുണ്ട്, സർവഭൂതത്തിന്റെയും, ഭൂതം മീൻസ് ഓരോ മാറ്റർ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനാണ് ഉള്ളിലോട്ട് ഇങ്ങനെ, ആ ചൈതന്യമാണ് ഇതിനെ ആകർഷിക്കുന്നത്, ഈ വായുവിനെ, ഓക്സിജനെ. കൃഷ്ണന്റെ അർത്ഥം തന്നെ കർഷതി ഇതി കൃഷ്ണൻ, ചില ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെല്ലാം ഈശ്വരൻ കൃഷ്ണനാണ്, പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ് കൃഷ്ണൻ. അപ്പം ഈ ചൈതന്യം എന്നിലുണ്ട്. അങ്ങനെ നമ്മൾക്കൊരു അനുഭവമല്ലേ ഇത്? ഞാനല്ലല്ലോ എപ്പോഴും ബലം പ്രയോഗിച്ച റെസ്പിറേഷൻ, ഈ ശ്വാസം എടുക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, ദഹനവും. അതെ, നമ്മൾ ദഹിക്കുന്നത് നമുക്ക് അറിയുന്നത്. ഇത് നമുക്ക് ശ്വസിക്കുന്നത് അറിയാമല്ലോ, നമ്മളല്ലല്ലോ ഫോഴ്സ് ചെയ്തെടുക്കുന്നത്.
അല്ല. എല്ലാ കാര്യങ്ങളും ഇതിലാണ് നടക്കുന്നത്, യാതൊരു സംശയവുമില്ല. അതാ. നമുക്കൊരു ഒരു 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 പ്രകടമായ ഒരു തെളിവ് ഉം. കൂടെ ഉണ്ട്. ഉം. ഏതാ അത്? നമ്മുടെ ശരീരത്തിൽ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഉം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തണുക്കുന്നു. ആ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടാൽ നമ്മുടെ ശരീരം തണുക്കും. ഒരു ചൂടിനെ നിലനിർത്തുന്ന ആരാ? തണുപ്പാണോ ചൂടാണോ? ചൂട് തന്നെ. ഒരു തണുപ്പ് കൊണ്ട് ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഒക്കത്തില്ല. ഒരു 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 ഫുഡ് ഐറ്റം നമ്മൾ നമ്മൾ താഴെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ അത് ചൂടായിട്ടിരിക്കത്തുള്ളൂ. അപ്പൊ എന്നിൽ ഒരു കോൺഷ്യസ് എനർജിയാണ് ഈ ടെമ്പറേച്ചറിനെ, ഒരു ടെമ്പറേച്ചർ, അതും ഒരു ഊർജമാണ്. ഈ ഊർജമാണ്, ഈ കോൺഷ്യസ് എനർജിയാണ് എൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും ഒരു സത്യവലിയ. നമ്മൾ ഈ കോൺഷ്യസ് പവർ ഈ ശരീരമായിട്ടുള്ള ബന്ധം വിട്ട് കഴിഞ്ഞാൽ അത് ബോഡി ടെമ്പറേച്ചർ താഴ്ന്നു പോകും, തണുക്കും ശരീരം. അപ്പൊ ഇതൊരു രണ്ട് പ്രൂഫല്ലേ, നമുക്ക് പ്രകടമായ ഒരു പ്രൂഫല്ലേ. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിനും ഇതിലാണ് നടക്കുന്നത്. ഇത് വിട്ടാൽ എല്ലാം നിലയ്ക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഈശ്വര ചൈതന്യം നമ്മളിൽ ഉണ്ടെന്നുള്ളത് ഇതിൽ കൂടുതൽ വലിയ തെളിവ് വേണോ? മറ്റേതൊക്കെ സയന്റിഫിക് ആയിട്ട് അറിയാം. ഉള്ളിൽ നടക്കുന്ന എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസ്, ഇതിനെല്ലാം ഒരു ഊർജം വേണം. ഈ ലോകത്ത് 2 തരം ഊർജങ്ങളേ ഉള്ളൂ. ഒന്ന് കോസ്മിക് എനർജിയും സൗരോർജവും, ബോധ ഊർജവും. കോൺഷ്യസ് എനർജിയും കോസ്മിക് എനർജിയും. ഇതാണ് പുരുഷൻ പ്രകൃതി എന്നുള്ളത്. പുരുഷൻ കോൺഷ്യസ് എനർജിയും കോസ്മിക് എനർജി പ്രകൃതിയുമാണ്. അർദ്ധനാരീശ്വര കൺസെപ്റ്റ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഇത് രണ്ടും ഇൻസെപ്പറബിളാ, മാറ്റാൻ പറ്റത്തില്ല. ഒരു മാഗ്നറ്റ് പോലെ, മാഗ്നറ്റിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാഗ്നറ്റ് ഉണ്ടോ, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പുരുഷനും പ്രകൃതിയും ഇല്ലാതെ പ്രകൃതി ഇല്ലാതെ മറ്റേ പുരുഷന് പ്രകൃതി ഇല്ലാതെ നിൽക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ഉണ്ട്. അത് പുരുഷനിൽ നിന്നാണ് പ്രകൃതി ഉണ്ടാവുന്നത്. ഇതൊരു ഇക്വിലിബ്രിയമാണ്. സയൻസ് പഠിക്കുന്നവർക്കാണ് ഈക്വിലിബ്രിയം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇത് പ്രകൃതി പരമാത്മാവിൽ പുരുഷനിൽ ലയിക്കും, പിന്നെയും പ്രകടമാവും. ലയനവും പ്രകടമാവും ഇങ്ങനെ സൈമൾട്ടേനിയസ് നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇതൊരു പുരുഷനിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായത്. പക്ഷെ ഇത് രണ്ടും ഇൻസെപ്പറബിളാണ്. അപ്പം ഈ പ്രകൃതി എന്ന് പറയുന്നതാണ് എന്നിൽ. ഈ ജീവാത്മാവാണ് ആ പുരുഷനായിട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം പ്രകൃതിയാണ്. ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ജഡമാണ്, പ്രകൃതിയാണ്. അത് ചൈതന്യവത്താവുന്ന പരമാത്മ ചൈതന്യത്തിന്റെ അംശമായിട്ട് ചേരുമ്പോഴാണ്, അപ്പോഴാണ് ഇത് ജീവാത്മാവാകുന്നത്. അപ്പം എന്നിൽ ഒരു ചൈതന്യം ഉണ്ടെന്ന് നമുക്ക് ശരിയല്ലേ? ഈശ്വരൻ എന്നിലല്ലേ ആണല്ലോ. പക്ഷെ ഇതൊന്നും എൻ്റെ മനസ്സ് കാണിച്ചു തരാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒക്കത്തില്ല. ഇന്ന് ഇലക്ട്രിസിറ്റിയെ കാണിച്ചു തരാൻ പറ്റുമോ? ഒക്കത്തില്ല. അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ എഫക്റ്റ് നമുക്ക് പല രൂപത്തിൽ അനുഭവിക്കാം. അതുപോലെ ഈ ഈശ്വരന്റെ എഫക്റ്റ് നമ്മൾ എന്തെല്ലാം അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്നിലൊരു ഈശ്വരനുണ്ട്. ഈ ഈശ്വരനെ നമ്മൾ തേടി പോവാ. നമ്മളിലുള്ള ഈശ്വരനെ നമ്മൾ അറിയാതെ നമ്മൾ വെളിയിലേതോ ആണ് ഈ ഈശ്വരൻ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അതിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അറിയാം നമുക്ക് എന്താണ് ആവശ്യം, എന്താവശ്യമില്ലെന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അറിയാം. പക്ഷേ നമ്മുടെ വാസനയുണ്ടല്ലോ, സമ്മതിക്കത്തില്ല. അതിൻ്റെതായ പോക്കാ. അതുകൊണ്ടാണ് ഇതൊരു ഇമ്പ്യൂരിറ്റിയാന്ന് പറയുന്നത്. ഈ വാസന നിർമ്മാർജ്ജനം ചെയ്താലേ എനിക്ക് അതുമായിട്ട് അലൈനാകാൻ പറ്റും, ലയിക്കാൻ പറ്റും. അപ്പൊ ഈ പരമാത്മ ചൈതന്യം ഇതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല?
നമ്മൾ അജ്ഞാനത്തില, വാസന കാരണം. ഓരോ ജന്മജന്മങ്ങളായിട്ട് നമ്മൾ ചേർന്ന സഞ്ചിത വാസന പ്രാരബ്ധവും ആഗാമികവും ആയിരിക്കുന്നു. ഇതൊരു മറയാ. ഏതിനെ മറയ്ക്കുന്നു? എന്നിലുള്ള ഈശ്വരാംശത്തെ മറയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ശരീരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക. നമ്മൾ ദേഹം ബുദ്ധിയിലിരിക്കുക. ഞാൻ ശിവനാണ്, മംഗളസ്വരൂപനാണെന്നുള്ളത്. ശിവോഹമല്ല, നമ്മൾ ശിവനാണ്, മംഗളസ്വരൂപനാണ്, ചൈതന്യവത്താണ് ഞാൻ. നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. ഞാൻ ശരീരമാണ്, ശരീരത്തിൽ അഭിമാനിക്കുക നമ്മൾ. ഞാൻ എൻ്റെ ബുദ്ധിയിൽ അഭിമാനിക്കുവാണ്. ഞാൻ ചെയ്യുന്നു, ഞാൻ എന്ന ഭാവം അതൊരു ഇല്യൂഷനാ. ഈ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കഷ്ടത ഇരിക്കുന്നത് കാരണം എൻ്റെ വാസനയാണ്, എൻ്റെ കർമ്മഫലത്തിലാണ് ഞാൻ ഈ ദുരിതം അനുഭവിക്കുന്നത്. കാരണം നല്ലതും ചീത്തയും ജന്മജന്മങ്ങളായിട്ട് ഞാൻ ചെയ്തു കൂട്ടിയ നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളുടെയും ഫലം എനിക്ക് നല്ലതും ചീത്തയായിട്ട് അനുഭവപ്പെടുന്നു. മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവർക്കും, അത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കും, ഏത് ദേശത്തുള്ളവർക്കാർക്കും ഈ നല്ലതും ചീത്തയും അടങ്ങിയ ഒരു ജീവിതമാണ്. നല്ലത് മാത്രമായിട്ടൊരു മനുഷ്യ ജീവിതമില്ല, ചീത്ത മാത്രമായിട്ടൊരു മനുഷ്യ ജീവിതമില്ല. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം കാർമിക് എഫക്റ്റാ. ഈ ദുരിതം ജനിച്ചു തൊട്ട് ഒരു ശരീരത്തിൽ ജീവൻ വെച്ചപ്പോൾ തൊട്ട് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നവരെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ അവർ കർമ്മം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, ദുഷ്കർമ്മങ്ങൾ. നമ്മൾ എത്രയോടത്ത് കാണുന്നു, കൈയും കാലും ഇല്ലാതെ ഇങ്ങനെ നടന്ന് നരകിച്ച് ഇങ്ങനെ കഴിയുന്നു. ഇപ്പൊ നമ്മൾ ചോദിക്കും, ദൈവം എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചേ? ദൈവത്തിനൊരു പങ്കുമില്ല, ദൈവം നിർഗുണമാ. ഇപ്പം ഇലക്ട്രിസിറ്റി ആണോ ആരെങ്കിലും കൊല്ലുന്നത്, ആരെങ്കിലും രക്ഷിക്കുന്നത്? ഇലക്ട്രിസിറ്റി എന്തോ കഴിച്ചു? ഇലക്ട്രിസിറ്റി കൊണ്ട് എത്രയോ നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എത്രയോ പേര് ഷോക്ക് അടിച്ച് മരിക്കുന്നുണ്ട്, നാശമായി പോകുന്നുണ്ട്. അത് ഇലക്ട്രിസിറ്റിയുടെ കുഴപ്പമാണോ എന്ന് പറയുന്നത്? ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ചെയ്ത് കൂട്ടുകയാണ്. എന്നിട്ട് നമ്മൾ ഈശ്വരനിൽ പഴിചാരുന്നു. അപ്പോ ഇന്നത്തെ ദുരിതത്തിന് എന്താ കാരണം? ഞാൻ ഏതോ മുൻജന്മങ്ങളിൽ, ഈ മുൻജന്മം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ജന്മത്തിൽ തന്നെ ഞാൻ പല ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. പല ജന്മം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ജീവാത്മാവ് പല പല ശരീരങ്ങളിൽ കൂടി യാത്ര ചെയ്യുക. ഞാൻ ജനിച്ചപ്പോഴുള്ള ശരീരമാണോ ഇപ്പൊ എനിക്കുള്ളത്? ജനിച്ചപ്പോഴുള്ള ശരീരമല്ല 10 വയസ്സുള്ളപ്പോഴ്, 10 വയസ്സുള്ള ശരീരമല്ല 20 വയസ്സുള്ളപ്പോഴ്, 20 വയസ്സുള്ള ഇങ്ങനെ ഞാൻ സയന്റിഫിക് ആയിട്ട് എവറി 7 years നമ്മുടെ കോശങ്ങളെല്ലാം, സെൽസ് എല്ലാം പോയി പുതിയ സെൽസ് ആയി കഴിയുന്നു. ഞാൻ എത്രയോ ശരീരങ്ങളിൽ കൂടി, ഈ ജന്മത്തിന് എൻ്റെ എത്രയോ ജന്മങ്ങൾ. നമ്മളെന്തോ ഈ ജന്മത്തിനെ പറയുന്നേ? കഴിഞ്ഞ ജന്മം എന്നുവെച്ചാൽ എന്തുവാ? ഞാൻ വേറെ ഏതോ ഒരു ശരീരത്തിലിരുന്നു. ഈ ജന്മത്തിലും ഞാൻ എത്രയോ ശരീരങ്ങൾ ഞാൻ കളഞ്ഞു, പുതിയ പുതിയ ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഓരോ ശരീരങ്ങളിൽ കൂടി ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ ജന്മത്തിലേ ആകാം, ഇപ്പൊ ജനിച്ചതിന് ശേഷം ആകാം. ഈ ജനനത്തിന് ശേഷം തന്നെ ഞാൻ ആ ജനിച്ച ശരീരങ്ങളെല്ലാം ഞാൻ കളഞ്ഞു, അതെല്ലാം പോയി, ജനിച്ചതെല്ലാം നശിക്കും. അപ്പം ഈ ശരീരത്തിൽ കൂടെ ഓരോ ശരീരത്തിൽ നിന്ന് ഞാൻ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നു. കർമ്മഫലം പെട്ടെന്ന് ഉണ്ടാവത്തില്ല. ഓരോ കർമ്മത്തിനും നിശ്ചിതമായ ഒരു ടൈം ഫാക്ടർ ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം. എല്ലാ വിത്തുകളും ഒരേപോലെ കളിച്ച് ഫലമാവത്തില്ല. ഓരോ വിത്തിനും ഓരോ സമയക്രമമുണ്ട്. അതുപോലെ നമ്മൾ ചെയ്ത് കൂട്ടുന്ന കർമ്മത്തിന് ഓരോ സമയപരിധി കഴിഞ്ഞിട്ടേ അതിന്റെ ഫലം വരത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാ? ഞാനൊരു കർമ്മം ചെയ്താൽ എന്റെ ഫലം എനിക്ക് ഉടനെ കിട്ടണം. നമുക്ക് അതിന് ഇത് വന്നില്ലയോ, എനിക്ക് വിഷമോ ദുരിതമോ? അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ആളെ സഹായിച്ചാൽ തിരിച്ച് അയാൾ നമ്മളോട് നന്ദി കാണിക്കണം, നമ്മളോട് ചിരിക്കണം, നമ്മളോട് വിധേയത്വം ഉണ്ടായിരിക്കണം. നമ്മൾ ആ കർമ്മം ഒരാൾക്കൊരു നല്ല ചെയ്ത് പ്രവൃത്തി ചെയ്തു, ഞാൻ ആ വ്യക്തിയിൽ നിന്നും അതിന്റെ ഫലം പ്രതീക്ഷിക്കുക. ഇങ്ങനെ നമുക്ക് അവകാശമില്ല. നമ്മൾക്ക് കർമ്മം ചെയ്യാനേ ഉള്ളൂ അവകാശം. കർമ്മഫലത്തിൽ നമ്മൾ ഓരോ ശ്ലോകത്തിൽ ഇത് കഴിഞ്ഞു. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന എന്നുള്ള ശ്ലോകം. നമ്മളെല്ലാം കർമ്മം ചെയ്തിട്ട് ഫലത്തിൽ മനസ്സുകൊണ്ട് വെച്ചിരിക്കുക, എനിക്ക് ഇന്ന ഫലം വേണം. എന്നിട്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, എനിക്ക് ഈ ഫലം ഉണ്ടാവണം. നമ്മൾ ശഠിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലത്തിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ എന്താ പിന്നെ ചെയ്യണ്ടേ? നമ്മൾ പ്രാർത്ഥനയല്ല വേണ്ടത്.
ഇന്നത്തെ ദുരിതത്തിന് കാരണം എന്താ? ഇന്നലെ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ, അതിന്റെ ദുരിതം ഞാൻ ഇന്ന് അനുഭവിച്ചേ പറ്റൂ. ഇന്നലത്തെ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഇന്നലെ വരെ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം ഞാൻ ഇന്ന് എനിക്ക് ദുരിതാവസ്ഥയായിട്ട് വരും. ശരീരത്തിന്റെയോ ബന്ധുക്കളുടെയോ വസ്തുക്കളുടെ നഷ്ടം, ഇതെല്ലാം എനിക്ക് ദുരിതമായിട്ട് വരും. അപ്പം നാളെ എനിക്ക് നല്ലതായിരിക്കണമെങ്കിലോ ഇന്നത്തെ എൻ്റെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ ധർമ്മത്തിലായിരിക്കണം. ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ധർമ്മത്തിലാണെങ്കിൽ നാളെ എൻ്റെ കർമ്മഫലം നല്ലതായിരിക്കും. നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിയാതെ നമ്മൾ ഇങ്ങനെ പോകുന്നതോടൊപ്പം നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ കർമ്മഫലം കൂട്ടിക്കൊണ്ടിരിക്കും. കർമ്മഫലം കൂട്ടുവാൻ ചെന്തുവാ എൻ്റെ ദുരിതത്തിനെ ഞാൻ കൂട്ടി. കർമ്മഫലം എന്ന് പറഞ്ഞാൽ സുഖമല്ല. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, പലരും ഇല്ലേ, ഈ ദുഃഖം ഒരു സുഖമായിട്ടിരിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ മതി, ഇതൊക്കെയാ ജീവി, ഇങ്ങനെ മതി. ഇതിനകത്ത് നിന്ന് എനിക്കൊരു ഇതെനിക്ക് ദുരിതമാണെന്നും എനിക്ക് ഉയർച്ച, എനിക്ക് ശാന്തതയിലോട്ട്, മോക്ഷം വെച്ചാൽ എന്തുവാ, എനിക്ക് പരമമായ ശാന്തിയിലോട്ട്, സ്വസ്ഥതയിലോട്ട് എനിക്ക് പോകാം, എനിക്ക് അതിന് കഴിവുണ്ട്. പക്ഷെ ഞാൻ ഒന്നും അറിയത്തില്ല. സത്യങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് ഭയമാ. നമ്മൾ ഈ പറയുന്നെങ്കിലും ഇതൊക്കെ അറിവിന്റെ തലത്തിൽ, ഇതെന്റെ അനുഭവമാവണം. ഇല്ലെങ്കിൽ ഈ അറിവുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ നിരന്തരം ചിന്തിക്കണം. നിരന്തരം ചിന്തിച്ച് ഇതിൽ മനസ്സുറയ്ക്കണം. മനസ്സുറയ്ക്കുക. ഈ നിരന്തരം ചിന്തനം ചെയ്യാതെ നമ്മൾ മനസ്സിന് പ്രാക്ടീസ് കൊടുക്കണം. എൻ്റെ മനസ്സെന്ന് പറയുന്നത് എന്നെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. ഏത് മൈൻഡ്? എന്നിലെ എമോഷണൽ മൈൻഡ്. അത് വാസനയിൽ അധിഷ്ഠിതമാണ്. ഈ എമോഷണൽ മൈൻഡും ഈഗോയും ചേർന്ന് എന്നെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആരാ വഴി കാണിച്ചിരുന്ന ഒരാളുണ്ട്, നമ്മൾ പുള്ളിയെ ഇങ്ങനെ കാണാതിരിക്കുക. നമുക്ക് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഞാൻ പറഞ്ഞു കർമ്മം ചെയ്യുന്നത് അതിന് പുറകിലുള്ള ചിന്തകളെ പറയുന്ന ബുദ്ധി എന്നാണ്. എൻ്റെ വികാരങ്ങൾ വരുമ്പോൾ ഞാൻ അതിന് മനസ്സെന്ന് പറയുന്നു. അപ്പം എനിക്ക് എപ്പോഴും അങ്ങനെ ജീവിതത്തിൽ എങ്ങനെയാ, പെട്ടെന്ന് എനിക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് വികാരം കൊള്ളും. ഞാൻ ദേഷ്യം വരും, വിഷമം വരും, സന്തോഷം വരും, അസൂയ വരും. ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഉണ്ടാകുന്ന ചിന്തകളാണ് വികാര ചിന്തകൾ. എനിക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം വന്നു, എനിക്ക് ചില ചതങ്ങൾ എനിക്കൊന്നും പിടിക്കുന്നില്ല, ദേഷ്യമാണ്, ഞാൻ ഇഷ്ടപ്പെട്ട പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റുമോ അവിടെ? അപ്പോൾ എൻ്റെ ബുദ്ധി ഈ എമോഷനുമായിട്ട്, വികാരമായിട്ട് കൊലൂടാവും. അത് രണ്ടും കൂടെ ചേർന്നുകൊണ്ട് ആ ദേഷ്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ കർമ്മം ചെയ്തു കൂട്ടും. അതേ സമയത്ത് നമ്മൾ ഈ വികാരങ്ങൾ വെച്ചിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, വിവേകത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതാണ് ധർമ്മം. ഗീത പഠിക്കുമ്പോൾ ഗീത നമ്മൾ പഠിപ്പിക്കുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ ചൈവ കിമകുറുവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം എന്ന് ആരംഭിക്കും. ധർമ്മ ആ വാക്കിലാണ് ഈ ഗീത അവസാനിക്കുന്നത്. അവസാനിക്കുന്ന ശ്ലോകോ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോർഭൂതിർ ധ്രുവാനീതിർ മതിർ മമ. അവസാനിക്കുന്ന 701 ശ്ലോകം മമയിലാണ് അവസാനിക്കുന്നത്. തുടക്കം ധർമ്മത്തിലാണ് തുടങ്ങിയത്. എൻ്റെ മമ മീൻസ് എൻ്റെ ധർമ്മം, എൻ്റെ ധർമ്മം. എൻ്റെ ധർമ്മം എന്തുവാന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഗീത. ഞാൻ ധർമ്മത്തിൽ ചരിച്ചാൽ എനിക്ക് മുക്തിക്ക് അർഹനാ. മുക്തി എന്ന് വെച്ചാൽ എന്താ? മോക്ഷം. മോക്ഷം വെച്ചാൽ എന്താ? മോഹക്ഷയം. മോഹക്ഷയം വെച്ചാൽ എന്തുവാ? മോഹം എന്ന് വെച്ചാൽ എന്തുവാ? മോഹത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആഗ്രഹം. എനിക്ക് കാശ്മീരിൽ പോകാൻ ഒരു മോഹമുണ്ട്. ഇതുവരെ പോയി കാശ്മീരിൽ ഒന്ന് പോകണം, ഇനി തിരുപ്പതി പോകണം ഒരു മോഹമുണ്ട്, ഇനി കാശിയിലോടൊന്ന് പോകണം മോഹമുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാത്തിനെയും നമ്മൾ വിപരീത അർത്ഥത്തിലാ തരും. മോഹം വെച്ചാൽ തെറ്റിദ്ധാരണ. മോഹത്തിന് ക്ഷയമുണ്ടാകുക, എൻ്റെ തെറ്റിദ്ധാരണ നാശം സംഭവിക്കുക. എന്തുവായിരുന്നു എൻ്റെ തെറ്റിദ്ധാരണ? ഞാൻ ശരീരമാണെന്നുള്ളത്. അതാണ് എൻ്റെ അജ്ഞാനം. അജ്ഞാനത്തിന് അറുതി വരുന്നതാണ് മോഹത്തിന്, തെറ്റിദ്ധാരണ. ഞാൻ ശരീരമാണ്, ഞാനാണ്, എൻ്റെ ബുദ്ധിയാണ് ഞാൻ. ഇതിൽ അഭിമാനിക്കുക. നമ്മൾ എല്ലാവർക്കും ഈഗോ ഉണ്ട്. ഈഗോ തീർച്ചയായിട്ടും വേണം. ഈ ആത്മസാക്ഷാത്കാരം കിട്ടുന്നതിലും അടുക്കുമ്പോൾ അവസാനം നമ്മൾ
കളയേണ്ടത് ഈ ഈഗോയാ. ഈഗോ നമുക്ക് ഈ വ്യാവഹാരികത്ത് ഇതിന് നമുക്ക് ഈഗോ വേണം. പക്ഷേ ഈഗോ നമ്മളെ അങ്ങോട്ട് വഴിതെറ്റിക്കുക. ഞാനാണ് എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ മിടുക്കാണ്, എല്ലാം ശരി, ഞാൻ ചെയ്യുന്നതെല്ലാം ശരി. അപ്പം ഈഗോ നമ്മളെ വഴിതെറ്റിക്കുന്നു. എല്ലാവരും അവരവരുടെ ശരികളിൽ കൂടെ പോവുകയാണ്. ആരെങ്കിലും ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഞാൻ തെറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ആരും ചെയ്യുന്നില്ല ഈ ലോകത്ത്. പക്ഷെ തെറ്റുകളുടെ എണ്ണം പെരുകുകയല്ലയോ, പാപങ്ങളുടെ എണ്ണം കൂടുകയല്ലയോ? എല്ലാവരും ശരി ചെയ്യുന്നു എങ്കിൽ പിന്നെ ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവരുതല്ലോ. പക്ഷെ ദുരിതാവസ്ഥ കൂടുന്നു. നമ്മൾ കാണുന്നു ഈ ലോകത്തിന്റെ ദുരിതാവസ്ഥ കൂടുന്നു. എല്ലാവരും ശരിയാ ചെയ്യുന്ന, പക്ഷെ ശരിയല്ല ധർമ്മം. ധർമ്മവും ശരിയും വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം നമ്മുടെ ശരികളിൽ കൂടെ പോവാ. ശരി തെറ്റ്, ഈ ശരി തെറ്റല്ല ധർമ്മം അധർമ്മം. നമ്മൾ ധർമ്മത്തിനെ മനസ്സിലാക്കണം. എന്താണ് മമ ധർമ്മം? അത് ഗീത പഠിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ ധർമ്മത്തിന്റെ ധരതീതി ധർമ്മം എന്നുള്ള ഏതാണോ നിലനിർത്തുന്നത് അതാണ് എൻ്റെ ധർമ്മം. ഏതാണ് ഇപ്പം ലഡു അതിനെ നിലനിർത്തുന്ന എന്തുവാ? അതിന്റെ മുഖ്യ ഗുണം. ആ ഗുണമില്ലെങ്കിൽ ആ വസ്തു അല്ലാതായിട്ട് മാറും. ഓരോ വസ്തുവിനും ഒരു മുഖ്യ ഗുണം, ഒത്തിരി ഗുണങ്ങളുണ്ടാവും, പക്ഷെ ഒരു മുഖ്യ ഗുണം ഉണ്ടാവും. ആ ഗുണം ഇല്ലെങ്കിൽ ആ വസ്തു അല്ലാതായിട്ട് മാറും. ഇപ്പൊ ലഡുവിന്റെ ഒരു ഇത്, അത് മധുരമാണ്. മധുരം ഇല്ലാത്ത ഒരു ലഡു പോലിരിക്കുന്ന സാധനത്തിന് നമ്മൾ ലഡു എന്ന് വിളിക്കുവോ? കാണുമ്പോൾ ലഡു ആണെന്ന് പറയും. എടുത്ത് കഴിക്കുമ്പോഴോ ഇത് ലഡു അല്ല. കാരണം എന്താ? മധുരമില്ല. പാവയ്ക്ക കണ്ടു, മെഴുക്ക് വരട്ടി പോലെ മെഴുക്ക് കിട്ടുന്നു, ഭയങ്കര മധുരം കഴിച്ചപ്പോ ഇത് പാവയ്ക്കയല്ല. ഓരോന്നിനും ഓരോ ഗുണമുണ്ട്. സിംഹത്തിന്റെ നമ്മുടെ അടുത്ത് പോവോ നമ്മള്? അയ്യോ അത് ഇല്ലയോ? നമ്മൾ ഭാഷകളായി പോകുമ്പോൾ അതിന്റെ അടുത്തോട്ട് കൈ ഇങ്ങിട്ട് കൊടുക്കുവോ? ഇല്ല. അതിൻ്റെതായ ഗുണം നമുക്കറിയാം. അതിനോട് അടുത്തോട്ട് പോകത്തില്ല. അതേ സമയത്ത് പശുവിനെ കണ്ടാലോ നമ്മൾ അതിന്റെ നെറ്റിക്ക് ഇങ്ങനെ തടവും. ഒരു സിംഹത്തിന്റെ നെറ്റിക്ക് പോയി നമ്മൾ തടവുവോ? വൈൽഡ് മൃഗീയമായ സ്വഭാവം അതിനുണ്ട്. ഇപ്പം ഒരു സിംഹം ആടിനെ വിട്ട് മേന്ന് കരയോ? ഇല്ല. അതിനൊരു കഥ പോലെയുണ്ട്. നിങ്ങൾക്ക് അറിയാം ആ കഥയൊക്കെ. ഒരു സിംഹ കുഞ്ഞിനെ ഒരു ആട്ടിൻകൂട്ടത്തിൽ കിടന്ന് വളരാനിടയാവും. ആട് കരയുന്ന പോലെ കരയും. പക്ഷെ അവസാനം ഒരു സിംഹം കണ്ടുകൊണ്ട് ഒരു സിംഹത്തെ അതിനെ പിടിച്ചോണ്ട് പോകും. അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അത് താനെ കുറുക്കന്റെ കാര്യം പറയാം. നീലക്കുറുക്കൻ രാജാവായ കഥ അറിയാതെ കൂവിപ്പോവും. ഈ ജന്മഗുണമുണ്ട്. ഞാൻ ഇന്ന് വായിച്ചതാ, ഒരു കോഴിമുട്ടയും താറാമുട്ടയും വിരിയാറായി. ഒരു കുളക്കരയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത് വിരിയുന്നു. കോഴിക്കുഞ്ഞ് വെള്ളം കണ്ട് പേടിച്ച് പുറകോട്ട് മാറും. താറാക്കുഞ്ഞ് വെള്ളത്തിലോട്ട് ഇറങ്ങും. എന്തുകൊണ്ടായത്? ഓരോന്നിനും ഓരോ ഗുണമുണ്ട്. നമ്മളെല്ലാവർക്കും ഓരോ ഗുണങ്ങളുണ്ട്. നമ്മൾ പ്രകൃതിയാണോ? പ്രകൃതി സ്വഭാവം അല്ലെ? പ്രകൃതി സ്വഭാവം. തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവം പ്രകൃതിയാണ്. ഈ പ്രകൃതി സ്വഭാവത്തിനെ പ്രകടമാക്കുന്ന ചൈതന്യത്തിന്റെ പ്രസൻസ് അല്ല. ചൈതന്യമല്ല നമ്മുടെ സംസ്കാരം ഉണ്ടാക്കിയത്. ചൈതന്യമല്ല ഞാൻ ഉണ്ടാക്കി കൂട്ടിയതാ. അത് ഈശ്വരനായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ ഉണ്ടാക്കിയ കർമ്മങ്ങൾ ഈഗോ വെച്ചിട്ട് അഹങ്കാര ബുദ്ധി കൊണ്ട് ഞാൻ ഇപ്പൊ ധർമ്മത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ധർമ്മം. അപ്പൊ നമ്മുടെ മനുഷ്യധർമ്മം അതാണോ ഉദ്ദേശിക്കുന്നത്? മനുഷ്യധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്നിനും ഓരോ ധർമ്മം. മനുഷ്യനെ മെയിനായിട്ട് നിലനിർത്തുന്ന ഏത് ഗുണമാ? ഒരു മനുഷ്യനായിട്ട് നിലനിർത്തുന്നത് ഏത് ഗുണമാ? വിവേകബുദ്ധി. ഈ വിവേകബുദ്ധി എന്നുവെച്ചാൽ എന്നെ നിലനിർത്തുന്നത് ആ ഗുണമില്ലെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യനല്ല. ആ വിവേകം എന്ന് പറയുന്നത് ഈ ചൈതന്യത്തിൽ നിന്ന് വരുന്നതാ. എല്ലാരിലും ഉണ്ട്. എന്നെ നിലനിർത്തുന്ന ആ ചൈതന്യമാ. ചൈതന്യം വിട്ടാലോ ഞാൻ ജഡമാവും. അപ്പൊ എന്റെ ധർമ്മം ഈ പരമാത്മ ചൈതന്യത്തിന്റെ ബേസ് ചെയ്തായിരിക്കണം എന്റെ കർമ്മങ്ങളെല്ലാം. അല്ലാതെ
ഞാൻ ശരീരമാണെന്നുള്ള തോന്നൽ ഞാൻ ചെയ്തു കൂട്ടിയാൽ അതല്ല അധർമ്മം. അഹന്ത മമതയില്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ധർമ്മമാണ്. അഹന്ത മമതയിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അധർമ്മമാണ്. ധർമ്മവും അധർമ്മവും. ധർമ്മം എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യത്തിന്റെ ആ വാല്യൂസിൽ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നത്, അഹന്ത മമത ഇല്ലാതെ, ഞാനെന്ന ഭാവം ഇല്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദോശ ചുടുന്നതിൽ പോലും എനിക്ക് ധർമ്മവും അധർമ്മവും ഉണ്ട്. ഒരു ചായ ഉണ്ടാക്കുന്നതിൽ പോലും ഞാൻ ധർമ്മത്തിലും ചെയ്യാം, അധർമ്മത്തിലും ചായ ഇടാം. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്നവരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് അഹന്താമതയിൽ ചെയ്യാതെ സമർപ്പണ ബുദ്ധിയാൽ, ഇത് എൻ്റെ ഈശ്വര ചൈതന്യത്തിലാണ് നടക്കുന്നത്, എൻ്റെ മിടുക്കൊണ്ടാണ് ഇങ്ങനെ ആയത്. ഈ സമർപ്പണ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതാ. ഞാൻ ധർമ്മത്തിനെ ഞാൻ മനസ്സിലാക്കി തരാം. സമയമാവുന്നു. നമ്മുടെ അടുത്ത ക്ലാസ്സിലെ മതി, 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. 2-3 മിനിറ്റ് ഉള്ളു. ധർമ്മം നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ധർമ്മം എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞു മെയിനായിട്ടുള്ള മുഖ്യ ഗുണം. ഈ ധർമ്മം ഞാൻ പറഞ്ഞു, ശരി വേറെ, ശരിയും ധർമ്മം ഒന്നല്ല. ധർമ്മം എപ്പോഴും ശരി തന്നെ, പക്ഷെ എല്ലാ ശരികളും ധർമ്മമല്ല. ധർമ്മം ശരി തന്നെ, പക്ഷെ നമ്മളിപ്പോ എല്ലാവരും അവരവരുടെ ശരികളിൽ കൂടെ പോകുന്നത്. എനിക്കിത് ശരിയായിട്ട് തോന്നുന്നു, എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ശരി. ഞാൻ ശരിയായിട്ട് ചെയ്യുന്നത് വേറൊരാൾക്ക് തെറ്റായിട്ട് തോന്നും. എന്താ ഇയാളിങ്ങനെ കാണിച്ചേ? ഇപ്പൊ എനിക്ക് ശരിയായിട്ടാ തോന്നിയേക്കുന്നത്. ഞാൻ കാണിക്കുന്ന ശരിയായിട്ടുള്ള കർമ്മം വേറൊരാൾക്ക് തെറ്റായിട്ട് തോന്നുന്നു. അപ്പോൾ 2 ശരികൾ, എൻ്റെ ശരി വേറൊരാൾക്ക് തെറ്റ്. അപ്പം ഈ ശരി, അവിടാണ് നമ്മൾ ധർമ്മത്തിനെ മനസ്സിലാക്കേണ്ടത്. ധർമ്മത്തിന് അതിനൊരു വ്യക്തമാക്കാൻ ഒരു കഥയുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാ. ചപ്പാത്തിയുടെ കഥ നിങ്ങൾക്ക് അറിയാവോ? ചപ്പാത്തിയുടെ കഥ ഓർമ്മിച്ചാൽ നമുക്ക് ധർമ്മം എന്താ അധർമ്മം എന്താ എന്ന് പറയാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങളുടെ കൂടെ ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം. എനിക്കറിയാവുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അടിയുറച്ച് ഒരു ധാരണ വരാതെ നമ്മൾ ഗീത പഠിച്ചിട്ട് കാര്യമില്ല. ഗീത ശ്ലോകം അതിന്റെ അർത്ഥം അറിയാം. വാസാംസി ജീർണാനി ഒത്തിരി ശ്ലോകമുണ്ട്. ഓരോന്നിന്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ലൈഫായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പറയാം. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ട്രാൻസ്ഫോം ആവും, നമ്മൾ പരിവർത്തനം ഉണ്ടാവും. നമ്മൾ ഈ ഇരിക്കുന്ന നമ്മൾ പരിവർത്തനത്തിന് വിധേയമാകണം. ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നമ്മൾ ധൃതരാഷ്ട്ര പോലെ ആവരുത്. ധൃതരാഷ്ട്രം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാസനയെ മുറുകെ പിടിക്കുന്ന ആളെ ധൃതരാഷ്ട്രം. രാഷ്ട്രത്തിനെ മുറുകെ പിടിച്ചു ധൃതരാഷ്ട്രം. എൻ്റെ രാഷ്ട്രം എൻ്റെ മോന് വേണം, ഞാൻ അതിനെ മുറുകെ പിടിച്ചു. എൻ്റെ വാസനയെ നമ്മൾ മുറുകെ പിടിച്ചെന്നാൽ നമ്മളെല്ലാവരും ധൃതരാഷ്ട്ര. പക്ഷെ നമ്മൾ അർജുനന്മാരാവണം. ആർജവത്തുള്ള എനിക്ക് അറിയണം. തളർന്നു. അർജുനൻ തളർന്നപ്പോഴേ കൃഷ്ണനോട് പറയുക, കൃഷ്ണ എനിക്ക് ശ്രേയസ്കരമായെന്ന് പറഞ്ഞ് എനിക്ക് കാർപ്പണ്യ ദോഷമുണ്ട്, എനിക്ക് അറിയുന്നില്ല തെറ്റും ശരി ഏതാണ് ധർമാധർമ്മം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഉപദേശിച്ചാലും സറണ്ടർ ആകുക. നമ്മൾ സറണ്ടർ ആവുക. എനിക്കെല്ലാം അറിയാം, എനിക്കറിയാം, ഇതൊക്കെ ഞാൻ ചെയ്യാം, എനിക്ക് നമ്മളെല്ലാം ഭയങ്കര എല്ലാവർക്കും കഴിയും. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ അഹങ്കരിക്കുക, നമ്മുടെ കഴിവിലും നമ്മുടെ എല്ലാത്തിലും നമ്മൾ അഹങ്കാരം